ഷാജി, ഇത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിപ്പോൾ ഭാരത് ബെൻസിന്റെ ആയതുകൊണ്ട് കുറച്ചുകൂടി സംവിധാനം കൂടുതലുള്ളതാണ് അല്ലേ? അതിനകത്ത് ക്യാബിനിലാണെങ്കിൽ പോലും ഇപ്പോൾ ഓക്സിജൻ ഉണ്ട് എങ്കിൽ അത് സേഫ് ആയിട്ടിരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ്. പിന്നെ ഈ വാഹനം സ്റ്റാർട്ട് ആകുന്നുണ്ട് എന്നുള്ള കാര്യം പറയുന്നു ഇല്ലേ? അത്തരത്തിലുള്ള വിവരങ്ങൾ കിട്ടുന്നുണ്ട്. ഇന്ധനം ഉണ്ട് എന്നുള്ള വിവരം ഉണ്ട്, അത് ലോറി ഉടമ തന്നെ പറയുന്നുമുണ്ട്. ഇത് ഈ കൺട്രോൾ റൂമുമായുള്ള ബന്ധപ്പെടലുണ്ടല്ലോ, അത് ഏത് സമയത്ത് വേണമെങ്കിലും ഇപ്പോൾ കിട്ടിക്കൊണ്ടേയിരിക്കും, അത് ട്രാക്ക് ചെയ്യാൻ പറ്റുമെന്നാണോ? കിട്ടും. ഈ സിഗ്നലിൽ ഈ ഇതിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഇതിൽ ചാർജ് നിൽക്കുന്നുണ്ടെങ്കിൽ ആ സിമ്മിൽ നിന്നുള്ള കണക്ടിവിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമ്മുടെ മൊബൈൽ മാതിരി തന്നെ അതിലൊരു സിമ്മുണ്ട്. ആ സിമ്മ് ഇൻബിൽറ്റ് ആണെന്ന് മാത്രമേ ഉള്ളൂ. ആ ഇൻബിൽറ്റ് സിമ്മിൽ നിന്ന് നമ്മുടെ സാറ്റലൈറ്റുമായിട്ട് കണക്ടിവിറ്റി കിട്ടുന്നെങ്കിൽ നമുക്ക് സിഗ്നൽ ഇങ്ങേറ്റത്ത് കിട്ടും. പക്ഷെ മൊബൈൽ അടിച്ചിട്ട് എടുത്തില്ല എന്ന് പറയുന്നത് അതിന്റെ ഒരു അല്ല, അത് അദ്ദേഹം ലൈവാണെങ്കിൽ എടുക്കാൻ പറ്റത്തുള്ളൂ. അല്ല ബോധം കെട്ടുപോവോ അല്ലെങ്കിൽ ശ്വാസം കിട്ടാതെ വരികയൊക്കെ ചെയ്താലുള്ള സാധ്യതയുണ്ട്. ഇത് ഈ ഭാരത് ബെൻസ് ആയതുകൊണ്ട് അതിന്റെ ക്യാബിനെല്ലാം ഈസിയാണ്, കുറച്ചും കൂടി നല്ല മറ്റ് സാധാരണ നമ്മുടെ ലോക്കൽ കുറച്ച് വെള്ളമൊക്കെ കരുതിയിരിക്കും. അതെ, ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡുള്ള ലെവലില് നിർമ്മിച്ചിട്ടുള്ള ഒരു വാഹനം. അപ്പൊ അതിന്റെ അകത്തുള്ള ക്യാബിന്റെ സംവിധാനം എല്ലാം ആധുനിക രീതിയിലുള്ള, അപ്പോൾ അതിന് എ സിയും മറ്റു കാര്യങ്ങളും. പക്ഷെ ആ എ സി ഇട്ട് വർക്ക് ചെയ്താൽ പോലും ചിലപ്പോൾ എ സി ഇടാൻ വേണ്ടിയായിരിക്കും അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചത്. അപ്പോൾ പോലും ഈ ഓക്സിജന്റെ അളവ് അതിൻ്റെ അകത്തുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ജീവൻ നിലനിർത്താൻ പറ്റും. പക്ഷെ ഓക്സിജൻ പുറത്തുനിന്ന് കിട്ടാൻ സാധ്യതയില്ല വരുമ്പോൾ അളവ് കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അത് മാത്രമല്ല, അവിടെ ഈ ആ ദിവസത്തെ മണ്ണിടിച്ചിലിന് ശേഷം വീണ്ടും അവിടെ കുന്നിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. മണ്ണ് വീണ് വീണ്ടും അവിടെ വലിയ 2 മൺകൂനകൾ 2 സൈഡിലുമായിട്ട് വന്നിരിക്കുകയാണ്. അതിന്റെ ഇപ്പോൾ നടുക്ക് കുഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സ്ഥലത്ത്. അവിടെയാണ് ഈ സിഗ്നൽ കിട്ടിയത്, ഈ GPS സിഗ്നൽ കിട്ടിയത് ഏതാണ്ട് ആ പ്രദേശത്താണ്. എത്ര മീറ്റർ ചുറ്റളവിലേക്ക് ഇത് കിട്ടും? അങ്ങനെയുള്ള ഒരു അല്ല, അത് ആ വണ്ടി നിൽക്കുന്നത് സാറ്റലൈറ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, സാറ്റലൈറ്റിൽ നിന്ന് ആവുമ്പോഴത്തേക്കും ആ പോയിന്റിൽ നിന്ന് ഇത് കിട്ടുമ്പോൾ ലോകത്ത് എവിടത്തേക്കും അതിന്റെ സിഗ്നൽ കിട്ടും. അതല്ല, എത്ര അടുത്ത് വരെ കിട്ടാനുള്ള സാധ്യതയുണ്ട്? ആ സ്പോട്ടിൽ തന്നെ ഉണ്ട്. ആ സ്പോട്ട് എവിടെയാണോ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, കൃത്യമായിട്ട്. ഞങ്ങളുടെ കേരളത്തിലെ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥര് ഈ കൺട്രോൾ റൂമുമായിട്ടൊന്ന് ബന്ധപ്പെടണം. അവരുടെ മൊബൈലിൽ കിട്ടും. മൊബൈലിൽ വണ്ടികൾ ട്രാക്ക് ചെയ്യാനുള്ള സംവിധാനം അവരുടെ ഫെസിലിറ്റി ഉണ്ടാകുന്ന ആപ്പുണ്ട്. ആപ്പ് ഈ കമ്പനിയുടെ ആപ്പ് തന്നെ ഡ്രൈവർക്കും കാണും, ഡ്രൈവറുടെ മൊബൈലിലും കാണും, ട്രാക്ക് ചെയ്യാൻ പറ്റും. അത് ലൈവായിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ. അതെ, ലോകവും പറയുന്നുണ്ട്, മനാഫ് പറയുന്നുണ്ടായിരുന്നു, അദ്ദേഹം ആ സ്പോട്ടിലുണ്ട്. മനാഫിനെ വിളിക്കാം, അല്പസമയത്തിനകം മനാഫിനെ വിളിക്കാം. ഇപ്പോൾ അൽഫുണ്ട്, മനാഫിന്റെ സഹോദരൻ, ലോറി ഉടമയുടെ സഹോദരനാണ്. അൽഫ, ഇപ്പോൾ ഏറ്റവും എന്തെങ്കിലും പുതിയതായിട്ടുള്ള കാര്യങ്ങൾ കിട്ടുന്നുണ്ടോ? ഇപ്പോൾ അവിടെ എങ്ങനെയാണ്, ഒന്ന് പറയാമോ എന്താണെന്ന്? ഇപ്പൊ നമ്മളെ അവിടുന്ന് പുറത്താക്കിയിട്ടുണ്ട്. ആ ദുരന്ത ഭൂമിയിൽ നിന്ന് നമ്മളെല്ലാവരെയും പുറത്താക്കിയിട്ടുണ്ട്. അവിടേക്ക് ഒരു വലിയ ലൈറ്റുള്ള വണ്ടി പോയിട്ടുണ്ട്. ഇപ്പൊ അവിടെ നടക്കുന്നുണ്ടോ നടക്കുന്നില്ല എന്നുള്ളത് ഇപ്പൊ പറയാൻ കഴിയില്ല ഇനി. അതെന്താ നിങ്ങൾ അങ്ങനെ ഒരു സംശയം പറഞ്ഞത്? എന്താണ് അങ്ങനെ ഒരു സംശയം? അവിടെ മണ്ണ് മാറ്റുന്നുണ്ടോ എന്ന്? അവിടെ മണ്ണ് മാറ്റുന്നുണ്ടായിരുന്നു. പക്ഷെ ഒരു ഉദ്യോഗസ്ഥൻ വന്ന് പറഞ്ഞു ഇപ്പൊ എല്ലാം നിർത്തി കഴിഞ്ഞു, എല്ലാവരും പോവാന്ന് പറഞ്ഞു. പക്ഷെ വൈകിട്ട് നിർത്തില്ല എന്നല്ലേ പറഞ്ഞത്? നേരത്തെ പറഞ്ഞിരുന്നത് 9 മണി വരെ തുടരുമെന്നായിരുന്നു. പല ഉദ്യോഗസ്ഥന്മാർ പലതരത്തിലാ പറയുന്നത്. അപ്പൊ അത് പ്രകാരം ഞാൻ നിങ്ങളോടും ചാനലിനോടൊക്കെ പറയുന്നതേ, ഇപ്പൊ നമ്മൾ എല്ലാ ആളുകളെയും അവിടുന്ന് പുറത്താക്കിയിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ഈ സംഭവം ഉണ്ടായ സ്ഥലത്തിന്റെ എത്ര അകലെയായിരിക്കും? ഏതാണ്ട് എത്ര അകലെയാണ് നിങ്ങളൊക്കെ ഇപ്പോൾ നിൽക്കുന്നത്? ഇപ്പൊ നിൽക്കുന്നത് അവിടുന്ന് ഒരു 200 മീറ്റർ അപ്പുറത്താണ് നിൽക്കുന്നത്. മീറ്റർ അടുത്താണല്ലോ, അധികം അകലെ അല്ലാതെയാണല്ലോ നിൽക്കുന്നത്. അൽഫ, മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ മനാഫിന്റെ ഒന്നും കാണാൻ കഴിയില്ല. നേരത്തെ അതിന്റെ അടുത്തായിരുന്നു, അതുകൊണ്ട് കറക്റ്റായിട്ട് എനിക്ക് പറയാൻ കഴിഞ്ഞിരുന്നത്. ഇപ്പൊ അവർ നിർത്തുന്നുണ്ടെന്ന് പറയുന്നുണ്ട്, നിർത്തുന്നില്ല എന്ന് പറയുന്നുണ്ട്. കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം കിട്ടുന്നില്ല. ഇപ്പൊ അവര് പത്രസമ്മേളനം വിളിക്കുന്ന പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ കുറച്ചുണ്ട്. അതിനാൽ ഞങ്ങളുടെ പറഞ്ഞത് ഈ ബൈജു അല്പസമയത്തിനകം അവിടെ എത്തും. ബൈജുവിനും അവിടെ ചുറ്റി വളഞ്ഞു പോകേണ്ടി വരുവാണ്, കാരണം അദ്ദേഹം പോകുന്ന വഴിയിൽ മണ്ണാണ്. മനാഫിന്റെ കയ്യിൽ ഇത് കൊടുക്കുമോ? മനാഫിന്റെ കയ്യിൽ